സർക്കാരുമായി ഡീലുണ്ടാക്കിയെന്ന ആരോപണങ്ങളിൽ വൈകാരികമായി പ്രതികരിച്ച് സോനം വാങ്ചുക് 26 ദിവസം പട്ടിണി കിടന്ന ഒരു ഇടപാടിനു വേണ്ടിയാണോ എന്ന് വിമർശകർ ചിന്തിക്കണം. അതേസമയം പ്രക്ഷോഭകരെയും വിദ്യാർത്ഥികളെയും തള്ളിപ്പറഞ്ഞ വാങ്ചുക് കേന്ദ്ര സർക്കാരുമായി ഒത്തുകളിച്ചുവെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നന്ദനി, സമരത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ സോനം വാങ്ചുക് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ സോനം വാങ്ചുക്കിനെ CJP ഒരു ഭാഗത്ത് തള്ളിപ്പറയുന്നുണ്ട്. കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷവും ഇപ്പോൾ വാങ്ചുക്കിനെതിരെ രംഗത്തെത്തുകയാണോ? 26 ദിവസമാണ് സോനം വാങ്ചുക് ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിലേക്ക് ഡൽഹി പോലീസ് നിർബന്ധപൂർവ്വം എത്തിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാരുമായി കൃത്യമായ ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ സുതാര്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം 26 ദിവസം നീണ്ടുനിന്ന നിരാഹാര സത്യാഗ്രഹം അദ്ദേഹം അവസാനിപ്പിച്ചത്. എന്നാൽ അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുവാനാണ് ഇപ്പോൾ CJPയും പ്രതിപക്ഷമായ കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. സോനം വാങ്ചുക്കിനെ തോളിലേറ്റി നടന്ന CJP തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരുമായി ഡീലുണ്ടാക്കിയതിനു ശേഷമാണ് അദ്ദേഹം നിരാഹാര സമരം നിർത്തിയത് എന്നുള്ള ആരോപണമാണ് ഈ CJPയും അതേപോലെ തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ ഉയർത്തുന്നത്. അതേസമയം വളരെ വൈകാരികമായാണ് സോനം വാങ്ചുക് പ്രതികരിച്ചത്. 26 ദിവസം താൻ നിരാഹാരം കിടന്നത് ഇത്തരമൊരു ഡീലിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഏതായാലും ഈ സോനം വാങ്ചുക്കിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസും അതേപോലെ തന്നെ CJPയും രംഗത്തെത്തിയത് സ്വാഭാവികമായും ഇരു കൂട്ടർക്കും ദോഷമായി ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ സോനം വാങ്ചുക്കിനെ ഈ സമരവേദിയിലേക്ക് എത്തിച്ചത് CJPയാണ്. എന്നാൽ CJPയുടെ ഉദ്ദേശലക്ഷ്യം ശരിയല്ല, അത് ശരിയായ ദിശയിലേക്കല്ല CJPയുടെ സഞ്ചാരമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചതും. മാത്രമല്ല കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടിൽ സുതാര്യതയുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നതെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തികൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ളതും സോനം വാങ്ചുക് തിരിച്ചറിയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം 26 ദിവസം നീണ്ടുനിന്ന നിരാഹാരം അവസാനിപ്പിച്ചത്. എന്നാൽ അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷവും അതേപോലെ തന്നെ CJP. ഓക്കെ, സോനം വാങ്ചുക്കിനെ തള്ളി ഇപ്പോൾ കോൺഗ്രസ് അടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും CJPയും രംഗത്തെത്തുകയാണ്. നന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.